ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെന്ന് സംസാരിക്കാൻ പോയത് ഗുണ്ടകളോടാണ്. വേറെ ആരുമില്ല, നമ്മളെ പൂച്ചപ്പണ്ണിന്റെ മക്കളോട്. ഇവളുമാരാണെങ്കിൽ മൊത്തം കലിപ്പിരിക്കുകയാണ്. ഒറ്റ എണ്ണം പോലും എൻ്റെ അടുത്ത് അടുക്കില്ല. ഞാൻ ചെന്ന് പറഞ്ഞു, നീയൊക്കെ നിന്റെ അമ്മയോട് സംസാരിച്ചാ ചെന്ന കാര്യം പറഞ്ഞ ഇനി എന്നെ ഉപദ്രവിച്ചല്ലെന്ന്. നീയൊക്കെ ഭയങ്കര ഗുണ്ടകൾ എന്നെ പറഞ്ഞാ നീയൊക്കെ ആരെങ്കിലും കേൾക്കൂ. എന്തായാലും ഈ ഗുണ്ടകൾക്ക് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഓടി ദൂരെ പോയിട്ട് അവിടെ നീ ഓടിക്കൊണ്ട് ഒറ്റ ചവിട്ട് ഒട്ടി കൊടുത്തിട്ട രണ്ടെണ്ണം നേരെ അപ്പുറത്താണ് ചെന്ന് വീണത്. ഞാൻ പറഞ്ഞ ഈ രംഗമൊക്കെ കണ്ട് മൊയിലുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഒന്നും നേരത്തെ എടുക്കാൻ പറ്റാത്തത്. അങ്ങനെ മൊയിലിച്ചാടിനെ രാവിലെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ട് മൊയില് നേരെ പോയി ഷാമ്പു വാങ്ങിച്ചിട്ട് വന്നിട്ട് എന്നൊരു പുതിയ ഷാമ്പൂ ഒന്ന് വാങ്ങിച്ചിട്ട് എന്നെ കുളിപ്പിക്കാൻ പോകാൻ. അതിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ മൊയില് ഭ്രാന്തെടുത്ത് അങ്ങോട്ട് വിട്ട് നടക്കണത്. ഇന്ന് രാവിലെ തന്നെ മൊയിലുമ്മയും മൊയിലും കൂടെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവർക്ക് ഇവിടെ എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് കാര്യം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പിന്നെ എന്നെ കുളിപ്പിക്കാൻ വേണ്ടിട്ടുണ്ടോ ഷാമ്പു ഇതാണ് കേട്ടോ, പുതിയ ഷാമ്പു ആണ്, എന്തോ പ്രൊഫഷൻ ഷാമ്പു എന്നൊക്കെ പറയുന്നു മൊയിലും. അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കുളിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഞാനാണ് ഈ രാവിലെ ഉറക്കപ്പാല് പല്ലും തേച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മൊയിലും പറയുന്നുണ്ട് കൈയിട്ട് കടിക്കുക എന്തിനാന്ന്. ഞാൻ പറഞ്ഞു ചുമ്മാ ഇരി മൊയിലും അമ്മ ജോലി. ഇതിനിടയിൽ മൊയിലും പറഞ്ഞു എന്നെ കടിക്കുമെങ്കിൽ നല്ല അടിയായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിക്കുമെങ്കിൽ ഫാൻസുകാർ ഇളവും കേട്ടോ, നിങ്ങളെ എല്ലാവരും ഓട്ടിക്കിട്ട് ഇടിക്കുമെന്ന് പറഞ്ഞു. ഞാനല്ലേ ഫാൻസുകാർ ഇളവൂലേ എന്നെ കൈവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറ. അത് കഴിഞ്ഞ് കുളിക്കാനുള്ള സമയമായപ്പോഴത്തേക്കും മൊയിലുവിൻ്റെ വക എക്സസൈസാണ്, ഡാൻസാണ്, എന്തിനാണെന്ന് അറിയണം. മൊയിലുവിനും അറിഞ്ഞൂടാ. എവിടെ പോകണുണ്ട് മൊയിലുവിനും സന്തോഷമുണ്ട്. അതിൻ്റെ സന്തോഷം എൻ്റെ അടുത്ത് കാണിക്കണമുണ്ട്. അങ്ങനെ കയ്യൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കും മറിച്ചുമൊക്കെ എന്തൊക്കെ ഡാൻസുകൾ പഠിപ്പിക്കണുണ്ട്. എന്തിനാണെന്ന് മൊയിലുവിനല്ലേ എന്നെ അറിയാവുള്ളൂ. ഞാൻ ചോദിച്ചു മൊയിലുവിന് വട്ടായ എന്നെ. അങ്ങനെ മുന്നേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം നേരെ എന്നെ കുളിക്കാൻ കൊണ്ടുപോയേട്ടാ. രാവിലെ എന്നെ കുളിക്കണോണ്ട് നല്ല സുഖമൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായി ഞാൻ ഇന്ന് കുളിക്കും. എന്തായാലും പുതിയ ഷാമ്പൂട്ട് ഒന്ന് അടിച്ചാൽ കുളിക്കണം. എനിക്ക് പിന്നെ പണ്ടത്തെ പോലെ മടിയൊന്നുമില്ല, എപ്പം വേണം ഞാൻ കുളിക്കാൻ റെഡിയാണ്. അങ്ങനെ എൻ്റെ അടുത്ത് മൊയില് പറഞ്ഞ് ഷാമ്പൂ കൊള്ളാം, നല്ല അടിപൊളി ഷാമ്പൂ ആണ്. മണമൊക്കെ എൻ്റെ തന്നെ മൊയില് പറഞ്ഞേ. ഇനിയിപ്പം തേച്ച് കുളിച്ച് നോക്കട്ടെ. അങ്ങനെ പിന്നെ ഈ ഷാമ്പൂ ഒക്കെ പൊട്ടിച്ച് തേച്ച് അങ്ങോട്ട് കുളി തുടങ്ങി. അത് കയ്യിലെടുത്ത് തന്നെ മാറ്റേച്ചപ്പോഴും ഞാൻ മൊയിലിൻ്റെ അടുത്ത് മൊയില് നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് മൊയിലും ആ ഷാമ്പൂ വെച്ച് തേച്ച് മസാജൊക്കെ ചെയ്ത് തന്നിട്ട് നല്ല സുഖമുണ്ട്. രാവിലെ എണീച്ച് എന്നെ കുളിക്കാനും മസാജ് ചെയ്തൊക്കെ ആസ്വദിച്ച് നിൽക്കാനും. ആ മൊയിലിൻ്റെ അടുത്ത് ഞാൻ മൊയില് കുറച്ചുകൂടെ ഷാമ്പൂ കൊടുത്ത് അങ്ങോട്ട് തേര് നല്ല മണമുണ്ട്. അങ്ങോട്ട് ദേഹമൊക്കെ നല്ല അടിപൊളിയായിട്ട് മണക്കട്ടെന്ന് പറഞ്ഞു. കുറച്ച് ദിവസത്തെ വേർപ്പും അഴുക്കും ഒക്കെ ദേഹത്തിരിപ്പോൾ തേച്ച് ഷാമ്പൂ ഒക്കെ കഴിക്കളഞ്ഞൊന്ന് പൂജപ്പൻ്റെ മോള് വന്ന് ഞാൻ പറഞ്ഞ മൊയിലും ഇതാ വരണമെന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു. നേരമില്ലാത്ത നേരത്താണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. അങ്ങനെ മൊയിലുവിനെ ഞാൻ അവിടെ കുറേ വട്ടം കിടക്കി. ഞാൻ പറഞ്ഞ മൊയില് പിടിക്കാൻ പോകാം, വാ വാ ഓടി വേണ്ട പറയുക. അങ്ങനെ മൊയിലോട് ഇങ്ങോട്ട് വാടാ, വന്നില്ലേ ഞാൻ ഇപ്പം അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഓടി അതുവഴി കറങ്ങി ഫ്രണ്ട് വശത്ത് വന്നു. ഞാൻ പറഞ്ഞു മൊയിലുമ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നു. മൊയിലും അങ്ങോട്ട് പോയി. അവസാനം എന്നെ മൊയിലു വീട്ടിനകത്ത് ഓട്ടിച്ച് പിടിച്ചോണ്ട് വന്നു. ഞാൻ പറയും മൊയിലു ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ്. ഭാര്യ എന്നെ ദൂരെ എടുത്ത് ഇറങ്ങാന്നൊന്നുമില്ല. മൊയിലു വഴക്കം പറഞ്ഞോണ്ട് പിന്നെ എന്നെ കുളിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് നടത്തി. അങ്ങനെ ഓടിച്ചാടി എൻ്റെ രാത്രി വയറ്റിലും ഒക്കെ കുറേ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. മൊയില് പിന്നെ വെള്ളം ഒഴിച്ചതൊക്കെ കഴുകി കുളിപ്പിച്ചെടുത്ത്. അതിനുശേഷം വെള്ളം പോകാൻ രണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടിയിട്ട് എന്നെ നേരെ കൊണ്ടുവന്ന് നടത്തി. അങ്ങനെ തലയൊക്കെ തുടപ്പിച്ച് നല്ലപോലെ ദേഹമൊക്കെ നല്ലപോലെ ഉണക്കിയെടുത്ത്. ഇതിനിടയിൽ മൊയിലുമ്മ ഒന്ന് എനിക്ക് ഒരു പൊട്ടൊക്കെ ഇട്ട് തന്നേട്ടാ. പൊട്ടിടുമ്പോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ചെറിയ നാണമൊക്കെ വരും ക്യാമറ നോക്കാൻ. അങ്ങനെ ഞാൻ മൊയിലുമ്മ എടുത്ത് മൊയിലുമ്മ ക്യാമറ അങ്ങോട്ട് മാറ്റമ്മ. അങ്ങനെ രാവിലെ തന്നെ കാര്യമായിട്ടുള്ള കുളിയും അത് കഴിഞ്ഞ് തലയൊക്കെ തുടച്ച് തന്നെ നല്ലപോലെ ഉണക്കിയൊക്കെ എടുത്ത് ഈ ഒരു കുന്ത്രണ്ടം പറ്റിയിട്ട് തന്നെയാണ് ഇപ്പോഴും എന്നെ ഉണക്കി എടുക്കുന്നത്. ഇതിട്ട് ഉണക്കി അവസാനം ഞാൻ കരുവാട് പോലെ ആവുമെന്തോ. അങ്ങനെ അവസാനം കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു മസാജൊക്കെ ചെയ്ത് തന്നാട്ടോ. മൊയില് തടവി എൻ്റെ ശേഷത്തുള്ള എല്ലാ സർവ്വ ഞാടി ഞരമ്പിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നേരാക്കി തന്നു. മസാജ് ചെയ്യുന്ന കൂട്ടത്തിന് ഞാൻ മൊയിലിൻ്റെ അടുത്ത് ഞാൻ മൊയിലും അങ്ങനെയൊക്കെ തന്നെ ബാക്കിൽ അങ്ങോട്ടൊക്കെ നല്ലപോലെ മസാജ് ചെയ്തതാ. നല്ല സുഖം. എൻ്റെ തലമുള്ള കാലത്ത് എന്തൊരു സുഖം. അങ്ങനെ രാവിലെ മൊയിലിച്ചെന്നെ സ്കൂളിലാക്കി ഞാനും കുളിച്ച് ഇവരൊക്കെ കുളിച്ച് റെഡിയായി ഇറങ്ങിയപ്പോൾ ഞാൻ മൊയിലിൻ്റെ അടുത്തിട്ട് മൊയിലു എങ്ങോട്ടാണ് ഈ പോണത്? അവൻ മൊയില് പറഞ്ഞ് നമുക്ക് റേഷൻ കടയിൽ പോവാൻ. ഞാൻ പറഞ്ഞു അയ്യോ ചതി കൊണ്ടുപോകല്ലേ, അങ്ങോട്ട് കൊണ്ടുപോകല്ലേ. പഠനം തീർന്നതിന് മുമ്പേ അവിടെ എത്തി. ഞാൻ പിന്നെ വന്നു പറഞ്ഞാൽ മണം വിളിപ്പ് തുടങ്ങി. ഇവിടെയൊക്കെ നല്ല മാറ്റുന്നതിൻ്റെ മണമാണ്. നമ്മളെ ടീംസ് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ എന്നാലൊക്കെ എല്ലാം ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മൊയിലുമ്മേരെ കയ്യിൽ നിന്ന് മൊയിലു എന്നെ എടുത്തുകൊണ്ട് നേരെ റേഷൻ കടക്കകത്തോട്ട് പോവേ. എന്തായാലും ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്നും കൂടെ വന്നാൽ മതി. കാര്യം റാബിസിൻ്റെ വാക്സിനേഷൻ എല്ലാം തീർന്നു. അങ്ങനെ വന്ന ഉടനെ ഡോക്ടറെ പോയി കണ്ടു നമ്മൾ. അങ്ങനെ ഡോക്ടറെ നേരെ കാണിച്ചുകൊണ്ട് ഇനി നേരെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം. ഇതിനിടയിൽ ഞാൻ ഡോക്ടർമാരുടെ എടുത്ത് ഡോക്ടർമാരെ സുഖമാണ്, കാപ്പിയെ കുടിച്ചാ രാവിലെ ചായ കുടിച്ചാ വീട്ടിലെ എല്ലാവരും ഞാൻ തിരക്കിയെന്ന് പറഞ്ഞേ. അതിനുശേഷം പിന്നെ ഡോക്ടർമാൻ കണ്ടുകൊണ്ട് നേരെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തോളാം. ഇതിനിടയിൽ ഞാൻ അവിടെയൊക്കെ നോക്കി നമ്മളെ പയ്യന്മാരാരെങ്കിലുമൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരുത്തനെയും കാണാനില്ല. എല്ലാമാരും ഇഞ്ചക്ഷനും മഞ്ഞും കൊണ്ട് നേരെ വീട്ടിൽ ചെന്ന് നടന്ന് ഉറങ്ങിയിരിക്കും. എന്നാലും മൊയിലുമ്മ ഈ ചതി എൻ്റെ അടുത്ത് വേണ്ടായിരുന്നു. നിങ്ങൾക്കെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയായിരുന്നു റേഷൻ കടയിലാണ് പോണെന്ന്. ഞാൻ നല്ല സന്തോഷിച്ചാണ് ഇരുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഇന്നും കൂടെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് മറ്റൊരു ആശ്വാസമുണ്ട്. അതിനേറെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ റൂമിലോട്ട് പോയിട്ടാ. അവിടെ ചെന്നപ്പോഴത്തേക്കും
വേറെ കുറെ ആൾക്കാരും അപ്പുറത്തുപുറത്തൊക്കെ ഉണ്ട്. ഇതിനകത്താണെങ്കിൽ മിസൈലിന്റെയും വെടിമരുന്നിന്റെയൊക്കെ മണമാണ്. അതിനിടയിൽ എന്റെ കുണ്ടിക്ക് വയ്ക്കാനുള്ള മരുന്നാണ് ഇവിടെ ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പുറത്തന്നെ ഒരു പൂച്ചപ്പുണ്ണ ശ്വാസം മുട്ടാണെന്ന് തോന്നുന്നത്. ആവിയൊക്കെ പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പാവം അവൾക്ക് പനിയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ എനിക്കുള്ള വെടിമരുന്ന് ലോഡ് ചെയ്യണത്. ഇവിടെ ഒരു എന്താണെന്ന് അറിയില്ല. ആകെ ഒരു വെപ്രാളമാണോ, ഒച്ചയും അലർച്ചയും ബഹളമൊക്കെയാണോ. അതാണ് ഞാൻ ഇതെല്ലാം കണ്ട് വളരെ ദയനീയമായി അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ എനിക്കുള്ള ഊഴായപ്പോഴത്തേക്കും ഇഞ്ചക്ഷനും കൊണ്ട് അവരെത്തി കേട്ടാ. ഇന്നത്തെ ദിവസമാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത പോലും അറിഞ്ഞില്ല. എന്തിനാണ് കാര്യമൊന്നും അറിഞ്ഞുകൂടാ. നല്ലപോലെ ഇഞ്ചക്ഷൻ എടുത്താൽ തോന്നുന്നു. അതാണ് എനിക്ക് വേദന ഒന്നും അറിഞ്ഞുകൂടാത്തത്. ഞാൻ മൊയിലുമ്മ എടുത്തിട്ടു. മൊയിലുമ്മ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാ ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ. സാധാരണഗതിയിലാണെങ്കിൽ വേദന എടുത്തിട്ട് ഊപ്പാട് വരുവല്ലേ. എന്നാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂല്ല. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മുന്നോട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. ഞാൻ മൊയിലും എന്നെ എടുത്തോണ്ട് നേരെ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. അപ്പം ഡോക്ടർ പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പം വേറെ വാക്സിനൊക്കെ ഇനി അടുത്ത വർഷമൊക്കെ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആകെ ഒരു സമാധാനം. ഇനിയിപ്പോൾ അടുത്ത വർഷം മതിയല്ലോ വാക്സിനേഷനൊക്കെ. അതുവരെ ഇനിയിപ്പോൾ ഈ റേഷൻ കടയിൽ വരണ്ട. ആന മൊയിലമ്മയ്ക്കും കാണിച്ചു കൊടുത്തു. മൊയില് ഇതാണ്ട് എവിടെയാണ് കേട്ടോ ഇഞ്ചക്ഷൻ എടുത്തത്. നിങ്ങൾ നായിക്കും. സാധാരണഗതിയിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ അവർ നെല്ലിക്ക വലുപ്പത്തിൽ നീര് വയ്ക്കുന്നതാണ്. ഇപ്പം പ്രശ്നമൊന്നുമില്ല. മൊയിലമ്മയുടെ ഞാൻ പറഞ്ഞ മൊയിലമ്മ കൊള്ളാം, നല്ല സൂപ്പർ ഇഞ്ചക്ഷൻ കേട്ടാ. അവസാനം അവിടെ നിന്നൊക്കെ വർത്താനം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ബൈക്കിന്റെ അടുത്തോട്ട് വന്നു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം. ഞാൻ പറഞ്ഞ മൊയിലു ഈ നെഞ്ചി കെട്ടിങ്ങനെ ഈ കുന്ത്രാൻ്റെ അടുത്ത് മാറ്റി. എനിക്കാണെ ഒരു വല്ലാത്ത ആശ്വസ്ത. അങ്ങനെ പിന്നെ മൊയിലും അതെടുത്ത് മാറ്റി തന്നു കേട്ടാ. ഞാൻ മൊയിലുവിൻ്റെ അടുത്ത് പറഞ്ഞ് വെറുതെ എടുത്ത് കെട്ടി വെച്ച്. ഞാൻ എപ്പോഴും മൊയിലുവിൻ്റെ തോളിലല്ലേ ഇരിക്കണത്, പിന്നെ എന്തിനത്. ഇതിനിടയിൽ മൊയിലുമ്മ പറഞ്ഞൊരു ഉമ്മ വന്ന്. ഞാൻ പറയും ഉമ്മയല്ല, പാത്തുമ്മയല്ല. മൊയിലു ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്താണ്, സമാധാനമാവട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞ വഴിച്ച് മൊയിലുമ്മ കയറി മീൻ വാങ്ങിച്ചു കേട്ടാ. ഞാൻ പിന്നെ മൊയിലുവിന്റെ കയ്യിൽ വലിയ ഗമയിൽ അങ്ങനെ ഇരുന്നു. ഞാൻ ബൈക്കിരുന്നോണ്ട് മൊയിലുമ്മ എടുത്തന്നെ. മൊയിലുമ്മ ഈ നെത്തോലിയും ചെറിയ ചെറിയ മീനൊന്നും വാങ്ങണ്ട, വലിയ ചൂരയോ തെരണ്ടിയോ എല്ലാം വാങ്ങിയിരുന്നു. നല്ല വിശപ്പുണ്ട് എനിക്ക്. ഇന്ന് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തിന്നണം. അപ്പൊ പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുക കേട്ടാ. ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കണത്. അപ്പൊ ഇനിയിപ്പോ ഓണമൊക്കെ വരല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കാൻ നോക്കാം കേട്ടാ. പിന്നെ അപ്പം പുതിയ പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ, ശരി.